അധികാരം അത് പിടിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരനെ പോലും ചവിട്ടിമെതിക്കുന്ന ഒരിടം. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സമാധാനമായി ഉറങ്ങാൻ കിടന്ന നിങ്ങൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് ഒടിഞ്ഞ കൈയും പൊട്ടിയ തലയുമായിട്ടാണെങ്കിലോ? അതാണ് ഡെമോണിക് അക്കാദമിയിൽ കഴിഞ്ഞ രാത്രി സംഭവിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് അഹങ്കാരത്തിന്റെ ഗോപുരങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോയിസൺ ആർട്സിൽ എക്സ്പെർട്ടായ ഒരു രാജകുമാരനെ വെറുമൊരു ചവിട്ട് കൊണ്ട് നിലംപരിശാക്കിയ ആ വീരൻ ആരാണ്? ഇൻഫർമറിയിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന നമ്മുടെ നായകൻ യോ വോണിനെ തേടി ഇരുട്ടിൽ ആ കൊലയാളി എത്തിയത് എന്തിനാണ്? അവന്റെ കൈയോ വോണിന്റെ ദേഹത്ത് തൊട്ട നിമിഷം അവിടെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കഥ ആകെ മാറുകയാണ് സുഹൃത്തുക്കളെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ ആ കാടൻ നിയമങ്ങളുടെ ലോകത്തേക്ക് പോകാം. നേരം വെളുത്തു. അക്കാദമിയിലെ വലിയ ഗ്രൗണ്ടായ ഗ്രേറ്റ് ഡ്രിൽ ഹാളിലേക്ക് കുട്ടികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കാഴ്ച കണ്ടാൽ ആർക്കും സങ്കടം തോന്നും. ഇന്നലെ വരെ ഹീറോ ആയി നടന്ന പലരും ഇന്ന് മുടന്തിയാണ് നടക്കുന്നത്. ചിലരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം വീങ്ങിയിരിക്കുന്നു. ബാൻഡേജ് ഇല്ലാത്ത ഒരുത്തൻ പോലും അവിടെയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഗ്രൂപ്പ് ലീഡർ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി ഡോർമിറ്ററിയിൽ നടന്നത് വെറും അടിയല്ല, ഒരു യുദ്ധമായിരുന്നു. ഇതൊക്കെ കണ്ട് കസേരയിലിരിക്കുന്ന പ്രൊഫസർമാർ ചിരിക്കുകയാണ്. ശക്തിയുള്ളവൻ ഭരിക്കട്ടെ എന്ന ക്രൂരമായ നിയമം അവർ നടപ്പിലാക്കി കഴിഞ്ഞു. ആ മൈതാനത്ത് നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഉറ്റുനോക്കിയത് 6 വലിയ ക്ലാനിലെ കുട്ടികളിലേക്കാണ്. ഷാഡോ ക്ലാൻ, സേബർ ക്ലാൻ, ഇവരൊക്കെ വിചാരിച്ചതുപോലെ തന്നെ അവരവരുടെ ഗ്രൂപ്പിലെ ലീഡർമാരായി മാറി. അവരെ തൊടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പ്രൊഫസർമാരുടെ പോലും കണ്ണ് തള്ളിപ്പോയ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് നമ്പർ 12. അവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഗ്രൂപ്പ് 12ന്റെ ലീഡർ ആകേണ്ടിയിരുന്നത് ആരാണ്? സംശയമില്ല, പോയിസൺ ക്ലാനിലെ അവകാശിയായ യങ് മാസ്റ്റർ തന്നെ. കാരണം അക്കാദമിയിലെ തന്നെ ഏറ്റവും അപകടകാരികളായ വംശമാണത്. അവരുടെ വിഷം ഒന്ന് ഏറ്റാൽ മരണം ഉറപ്പാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് വേറൊരു കാഴ്ചയാണ്. ആ പോയിസൺ രാജകുമാരൻ മുഖം മുഴുവൻ ചതഞ്ഞ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്നു. അവിടെ ഒരു രാജാവിനെപ്പോലെ നിൽക്കുന്നത് മറ്റാരുമല്ല, ബാക്കഗി. ആരാണ് ഈ ബാക്കഗി? അവനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. പ്യുവർ കിക്ക് ക്ലാൻ എന്ന കാലുകൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്ന ക്ലാനിലെ അംഗം. എല്ലാവരും ഞെട്ടിപ്പോയി. എങ്ങനെയാണ് പോയിസൺ ആർട്സ് അറിയാവുന്നവനെ ഇവൻ തോൽപ്പിച്ചത്? അവിടെയാണ് ട്വിസ്റ്റ്. അക്കാദമിയിൽ പോയിസൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമം വന്നതോടെ പോയിസണിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആ രാജകുമാരൻ വെറുമൊരു പല്ലില്ലാത്ത പാമ്പായി മാറി. ഇത് മുതലെടുത്ത് ബാക്കഗി അവനെ ഇടിച്ചു പിഴിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ബാക്കഗി പറയുന്ന ഒരു ഡയലോഗുണ്ട്, അത് കേൾക്കണം. എന്നെ നോക്കി പേടിപ്പിക്കണ്ടടാ. വിഷമില്ലാത്ത പാമ്പ് വെറും മണ്ണിരയാണെന്ന് ഞാൻ തെളിയിച്ചില്ലേ? ഇനി മിണ്ടാതെ എന്റെ പുറകിൽ പോയി നിൽക്ക്. ഹോ, ഇതിലും വലിയൊരു അപമാനം പോയിസൺ പ്ലാനിന് കിട്ടാനില്ല. ഈ ബാക്കഗിയുടെ മാസ് എൻട്രി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഇവൻ നമ്മുടെ നായകൻ യോ വോണിന് ഒരു വലിയ തലവേദന ആകുമെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവൻ വില്ലനാകുമോ അതോ കൂട്ടുകാരനാകുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ കഥ മുറുകി വരികയാണ് ഫ്രണ്ട്സ്. നാനോ മെഷീന്റെ ഓരോ എപ്പിസോഡും മിസ് ആവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചേക്കൂ. ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അപ്പോ ബാക്കി നോക്കാം. ഈ കാഴ്ച കണ്ട് സന്തോഷിച്ച മറ്റൊരാളുണ്ട്, മുഗിയം. അവൻ സ്റ്റെൽത്ത് ക്ലാൻ അംഗമാണ്. വലിയ ക്ലാനിൽപ്പെട്ടവൻ, ഒരു വലിയ വംശത്തിലെ രാജകുമാരൻ. ചെറിയൊരു ക്ലാനിലെ പയ്യനോട് തോറ്റത് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആ പോയിസൺ മാസ്റ്ററെ നോക്കി പുച്ഛിച്ചു ചിരിക്കുകയാണ്. കഷ്ടം തന്നെ, നീ ഞങ്ങളുടെ വലിയ വംശങ്ങൾക്ക് തന്നെ നാണക്കേടാണല്ലോടാ. വിഷം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ട് നീ ആ ബാക്കഗിയുടെ മുന്നിൽ മുട്ടുകുത്തിയില്ലേ? അവിടെ ഗ്രൂപ്പ് 12ൽ അടിയും ബഹളവും നടക്കുമ്പോൾ നമ്മുടെ യോ വോണിന്റെ ഗ്രൂപ്പായ ഗ്രൂപ്പ് 8ൽ വേറൊരു പ്രശ്നം പുകയുകയാണ്. അവരുടെ പ്രൊഫസർ ഇംപിയോങ് വന്ന് ഒരു ബോംബ് പൊട്ടിച്ചു. യോ വോണിന് സുഖമാകാൻ 2 ആഴ്ച എടുക്കും. ഇത് കേട്ടതും ഗ്രൂപ്പിലെ ജാഹ്യുൻ എന്ന പയ്യൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. സാർ, 3 ആഴ്ച കഴിഞ്ഞാൽ ഗ്രൂപ്പ് എക്സാം ആണ്. ഇവൻ 2 ആഴ്ച കിടന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരുത്തൻ കാരണം ഞങ്ങളും തോൽക്കണോ? അവരുടെ പേടിയിൽ കാര്യമുണ്ട്. ഒരാൾ തോറ്റാൽ ഗ്രൂപ്പ് മുഴുവൻ തോൽക്കും. അതാണ് നിയമം. പക്ഷേ പ്രൊഫസർ ഇംപിയോങ് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അവൻ നേരിട്ട് ഇൻഫർമറിയിൽ പോയി യോ വോണിനെ പഠിപ്പിക്കാം എന്ന് ഏൽക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് മൈതാനത്ത് വെച്ച് ഒരു അപകടം നടക്കുന്നുണ്ട്. വാൾപ്പയറ്റിനിടയിൽ ഒരു കുട്ടിക്ക് കുത്തേറ്റു.
വയറ്റിൽ വാൾ തറച്ചു കയറിയ ആ കുട്ടിയെയും കൊണ്ട് പ്രൊഫസർ ഇൻഫർമറിയിലേക്ക് ഓടുകയാണ്. ഇത് കാണിക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്, ഇവിടെ ഒരബദ്ധം പറ്റിയാൽ മരണം ഉറപ്പാണ്. അങ്ങനെ ആ കുട്ടിയെയും അഡ്മിറ്റ് ചെയ്തതോടെ ഇൻഫർമറിയിൽ ഇപ്പോൾ 2 രോഗികളായി. രാത്രിയായി. അക്കാദമി മുഴുവൻ നിശബ്ദമാണ്. ഇൻഫർമറിയിൽ മരുന്നിന്റെ മണവും കൂർക്കമ്പലിയുടെ ശബ്ദവും മാത്രം. യോവൂൺ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ജനലിന്റെ ഭാഗത്ത് ഇരുട്ടിൽ ഒരു നിഴൽ അനങ്ങുന്നു. ആരോ പതുങ്ങി പതുങ്ങി വരുന്നുണ്ട്. അവൻ നേരെ വരുന്നത് യോവൂണിന്റെ കിടക്കയ്ക്ക് അടുത്തേക്കാണ്. ആരായിരിക്കും അത്? അവൻ യോവൂണിന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ പറയുകയാണ്, എന്നെ വെറുക്കരുത്. ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ നല്ലതിനു വേണ്ടിയാണ്. നീ നടക്കാൻ പറ്റാത്ത വികലാംഗനായാൽ നിനക്ക് പുറത്തു പോകേണ്ടി വരും. പകരം ഞങ്ങൾക്ക് പുതിയൊരുത്തനെ കിട്ടും. അതാണ് എല്ലാവർക്കും നല്ലത്. എന്തൊരു ക്രൂരനാണല്ലേ. ഗ്രൂപ്പ് ജയിക്കാൻ വേണ്ടി സ്വന്തം ടീം മേറ്റിനെ എന്നേക്കുമായി തളർത്താൻ നോക്കുകയാണ് അവൻ. അവന്റെ കൈകൾ യോവൂണിന്റെ ശരീരത്തിന് നേരെ നീണ്ടു. അവൻ വിചാരിച്ചത് യോവൂൺ വെറുമൊരു പാവമാണെന്നാണ്. പക്ഷെ അവനറിയില്ലല്ലോ, യോവൂണിന്റെ ശരീരത്തിൽ ഇപ്പോൾ 20 വർഷത്തെ ശക്തി മാത്രമല്ല, ഭാവിയിലെ ടെക്നോളജിയും ഉണ്ടെന്ന്. അവന്റെ വിരൽ യോവൂണിന്റെ ദേഹത്ത് തൊട്ടതും ഒരു നീല മിന്നൽ. നാനോയുടെ സെൽഫ് ഡിഫൻസ് മോഡ് ആക്ടിവേറ്റ് ആയി. ആ അക്രമി ഷോക്കടിച്ച് തെറിച്ച് ദൂരെ പോയി വീണു. ഉറക്കത്തിൽ കിടക്കുന്ന യോവൂണിന്റെ ശരീരം മുഴുവൻ നീല വെളിച്ചത്തിൽ തിളങ്ങുകയാണ്. നാനോ പ്രതിരോധം ആരംഭിക്കുന്നു. ആരാണ് ആ വഞ്ചകൻ? ഷോക്കടിച്ച് വീണ അവനെ യോവൂൺ വെറുതെ വിടുമോ, അതോ അവിടെ ചോരപ്പുഴ ഒഴുകുമോ? അത് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകളാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം. അപ്പോ അടുത്ത മാസ എപ്പിസോഡുമായി വീണ്ടും കാണാം.